3.25 കോടി പറഞ്ഞാൽ ആ 97-ലാണ് ഇത് ചോദിച്ചത്. അതിൻ്റെ തെളിവ് ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചു കൊടുത്തായിരുന്നു. കാരണം ഒരു ജപ്പാൻകാരത്തിൻ്റെ ഫോട്ടോ ആ സ്ത്രീ ഞാനും കൂടി എടുത്തു. അന്നേരം ഞാനത് കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ എനിക്ക് സുഖമായിട്ട് ഇങ്ങനെ ഈ കോളനിയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം പൈസയിൽ ജീവിക്കാം. ഇതിൻ്റെ ഒരു രഹസ്യം പോലും എവിടെയും കൊടുക്കരുത്. അത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ മാജിക്കിന്റെ രഹസ്യങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ യൂട്യൂബ് ചെയ്യുന്ന പിള്ളേർ ഞാൻ മാങ്കോട്ടിയുടെ രഹസ്യം കണ്ടുപിടിച്ചേ ഞാൻ ഇത് വെളിപ്പെടുത്തുന്നേ അങ്ങനെ പറയരുത്. ഒരു കലാവിദ്യ കണ്ട് ആസ്വദിക്കാം. അല്ലാതെ ഇത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ എത്രയോ പിള്ളേരുണ്ട്, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഇപ്പം എൻ്റെ മോനെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു, മുസ്തഫാക്ക്. എൻ്റെ 3 ആമക്കൾക്കും അറിയാം ഇതിൻ്റെ സീക്രട്ടുകൾ. എൻ്റെ 3 ആമക്കളും ഇത് പുറത്തു വിടില്ല. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഇത് സത്യമാണ്. സത്യം ചെയ്ത് കൊടുത്തിരിക്കുക. അച്ഛൻ്റെ കാലം തൊട്ടുള്ള സത്യം. ഈ തൊഴിലിൻ്റെ രഹസ്യങ്ങൾ പുറത്തു പോകരുതെന്നുള്ളതിൻ്റെ ഒരു സത്യം. എത്രയോ ആൾക്കാർ മാങ്കോട്ടറി ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്ത പിന്നെ ഇതിങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊരു തോന്നൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ യഥാർത്ഥ മാസ്റ്റർ പീസ് നമ്മളതേ ഉള്ളൂ. കണ്ടമാനം അവാർഡ് വാങ്ങിച്ചു വെച്ച് പേരുണ്ട്. ഇതാണ്ട് ഈ വീട് ഞാൻ വലുതാക്കില്ല. നാളെ കുറച്ച് ഓഫീസർമാർ വന്ന്, പോലീസ് ഓഫീസർമാർ, ഞാൻ സംസുഖാൻ്റെ വീട് വലിയ വീടാണെന്ന് വിചാരിച്ചു. ഞാൻ ഇതാണ് വീടില്ലേ. ഇതുപോലെ നമ്മളെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെ കുപ്പത്തൊട്ടിയിൽ കിടന്നാലും കാണാൻ വരും. അപ്പം എങ്ങനെയാണ് ഈ ജപ്പാൻകാര് ഷംസ്കയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്തത്? മുതുകാട് ഗോപിയേട്ടൻ ഞാൻ എൻ്റെ കൂട്ടുകാരനാണ്. അദ്ദേഹത്തെ കുറിച്ച് ഈ അടുത്ത കാലത്തെ പരാമർശം ധാരാളം ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്ത് ഒരു കാലഘട്ടത്തിൽ ഗോപിയേട്ടൻ ചോദിച്ചാണ്, ഷംസുഖാന്ന് മൂപ്പർ എന്നെ വളരെ സന്തോഷത്തിൽ വിളിക്കും. ഷംസുഖ ഈ മാങ്കോട്ടറി മാജിക് അറിയോ ചോദിച്ചു. ഓ അറിയാൻ പറഞ്ഞു. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയില് മാസ്മരം എന്ന് പറഞ്ഞൊരു പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഷംസുഖാന്റെ ഒരു സപ്പോർട്ട് വേണം, സഹായം. ആ മാങ്കോട്ടറി അവിടെ കളിക്കണം. ഒരു കാട്ടുജാതിക്കാരനെ പോലെ മുടിയൊക്കെ ഇങ്ങനെ മീശൊക്കെ ഭയങ്കരമായിട്ട് വെച്ച് ഒരു ബനിയനിട്ട് ലുങ്കിയൊക്കെ ഇട്ട് ഒരു പാമ്പാട്ടി ലുക്കിൽ വന്ന് അവിടെ അത് അവതരിപ്പിക്കുന്ന ഒരു ഭാഗം വേണം. ആയിക്കോട്ടെ, ചെയ്തു. അത് എങ്ങനെയോ ചോറ് മണത്ത് പിടിച്ച് ഇത് ജപ്പാൻകാരത്തി ഇങ്ങേരത്ത് ചോദിച്ചു. അപ്പോഴാണ് ഇതിന്റെ രഹസ്യം ചോദിക്കേണ്ടത്. പിന്നത്തെ കാര്യം, ഇത് അവതരിപ്പിച്ചു പുത്തരിക്കണ്ട മൈതാനത്തിൽ ആദ്യമായിട്ട് 97 അവതരിപ്പിച്ചു. അന്നേരം നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് അന്ന് വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്നു. അന്ന് എനിക്ക് ആദ്യമായിട്ട് ഒരു കപ്പ് തന്നു, പൊന്നാട അണിഞ്ഞു, ഡാക്കൂറാൾ വെച്ചിട്ട്. അപ്പം ഈ മുതുകാട് സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ മാജിക്കിന്റെ ട്രിക്ക്, അല്ലെങ്കിൽ സാറിന് പറഞ്ഞു കൊടുക്കാവോ, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഗോപിയേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, ഇതെങ്ങനെ ചെയ്താൽ കുറച്ച് പൈസ കിട്ടുന്ന കാര്യമില്ല. അപ്പൊ ഗോപിയേട്ടനോട് പറഞ്ഞു, ഞാനിത് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അത് പാരമ്പര്യമാണ്. ഒരു മജീഷ്യൻ ആണെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് മാജിക് ഉപകരണങ്ങളൊക്കെ വെക്കുന്നത് കാണാം, മാജിക്കിന്റെ രഹസ്യങ്ങളൊക്കെ പുറത്ത് കാണിക്കുന്നത് കാണാം. അതുപോലെ അല്ല ഇത് ശരിക്കും പാരമ്പര്യമായിട്ടുള്ള ഒരു കളിയാണ്. ഇതിന്റെ വംശനാശം വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ പഠിക്കല്ലേ, ഞങ്ങൾക്കൊന്നും പഠിപ്പില്ല, ഞങ്ങൾ പണ്ട് നാടോടികളായിരുന്നു. ഞാൻ ഇന്ത്യ രാജ്യത്ത്, ഇപ്പൊ ഞാൻ തന്നെ ഇന്ത്യ രാജ്യം അത്യാവശ്യം